വയലൻസ് വയലൻസ് വയലൻസ്. ഈ ഡയലോഗ് കേട്ടിട്ടുണ്ടല്ലോ റോക്കി ബോയ് പറഞ്ഞിട്ടുള്ള. ഈ ഡയലോഗ് പക്കയായിട്ട് ചെയ്തത് നമ്മുടെ മാർക്കോയ്ക്കാണ്. എൻ്റെ മോനെ കിടിലം പടം. എല്ലാവർക്കും വെൽക്കം ടു ജിജേവേഴ്സ്. ദിസ് ഇസ് മീ ജിജെ. ഇന്ന് നമ്മുടെ മാർക്കോ റിവ്യൂ ആണ് ചെയ്യാൻ പോകുന്നത്. മാർക്കോ ഇസ് ദ മോസ്റ്റ് വയലന്റ് ഇന്ത്യൻ മൂവി എവർ. ഇതുവരെ ഞാൻ കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും വയലന്റ് ആയിട്ടുള്ള ഇന്ത്യൻ മൂവി. എ ഗ്രേഡ് എ പടമായിട്ട്, അതായത് എ ഗ്രേഡ് കൊടുത്ത് ഈ പടം ഇറക്കിയത് 100% നന്നായി. കാരണം എന്ന് വെച്ചാൽ ചോരക്കളി. മാർക്കോയുടെ ഇൻട്രോ തുടങ്ങുന്നത് മുതൽ, അതായത് നമ്മുടെ ഉണ്ണി മുകുന്ദന്റെ ക്യാരക്ടർ മാർക്കോയുടെ ഇൻട്രോ തുടങ്ങുന്നത് മുതൽ ആ ക്യാരക്ടർ എന്തോരം ബ്രൂട്ടൽ വയലന്റും ആണെന്നുള്ളതാണ്. അപ്പോൾ ഒബ്വിയസ്ലി അതിന്റെ വില്ലനായിട്ട് വരുന്ന ക്യാരക്ടേഴ്സ് അതിന്റെ ഇരട്ടി വയലന്റ് ആണ്. സിനിമയിൽ ലൈക്ക് കഥ എന്നൊക്കെ പറയുന്നത് സാധാരണ ഒരു കഥയാണ്. സാധാരണ സീരം റിവെഞ്ച് ത്രില്ലർ സംഭവം ഒക്കെ സെയിമാണ്. ഹനീഫ് അദേനിയുടെ റൈറ്റിംഗ് പറയുകയാണെങ്കിൽ, ഹനീഫ് അദേനി പൊതുവെ എഴുതുന്ന മാസ് ഡയലോഗ് ഒന്നും എനിക്ക് വർക്കായിട്ടില്ല. ഇന്നേ വരെ ഒരു ഡയലോഗ് എനിക്ക് വർക്കായിട്ടില്ല. ലൈക്ക് മറ്റേ നമ്മുടെ മമ്മൂട്ടിയുടെ മറ്റേ പടം ഉണ്ടായിരുന്നല്ലോ, ഗ്രേറ്റ് ഫാദർ. അതിലൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബടായ എന്നൊക്കെ പറഞ്ഞിട്ടൊരു മാസ് ഡയലോഗ് ഒക്കെ മമ്മൂട്ടിയെ കൊണ്ട് പറയുക, അതൊന്നും എനിക്ക് വർക്കായിട്ടില്ല. അതേപോലെ തന്നെ ഇതിലും കുറെ ഡയലോഗ് ഒക്കെ വർക്കായിട്ടില്ല. കുറച്ച് 2-3 ഒക്കെ മാസമായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ പുള്ളിയുടെ റൈറ്റിംഗ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടില്ല. പക്ഷേ മേക്കിംഗ്, എൻ്റെ മോനെ എങ്ങനെ ഈ മോർട്ടൽ കോമ്പാറ്റ് ഗെയിം കളിച്ചിട്ടുള്ളവർക്കറിയാം, അതിനകത്ത് ഫെയ്റ്റാലിറ്റി എന്നൊരു മൂവ് ഉണ്ട്. അപ്പൊ അതിനകത്തൊക്കെ ഉള്ള പരിപാടി ഇങ്ങനെ ശരീരത്തിനുള്ള കൈയിട്ടിട്ട് ഇങ്ങനെ നട്ടലൊക്കെ വലിച്ചെടുത്തിട്ട് ഓരോ പരിപാടികളുണ്ട്. അമ്മാതിരി ഐറ്റം ഒരു രക്ഷമില്ല. എങ്ങനെ ഇതൊക്കെ ചിന്തിച്ചു എന്നുള്ളതൊക്കെ എനിക്ക് വി കോൺ ഈവൻ ഇമാജിൻ. നമ്മളൊന്നും ജീവിതത്തിൽ ഇന്നേ വരെ മലയാള സിനിമയിലും ഇന്ത്യൻ സിനിമയിലും കണ്ടിട്ടില്ലാത്ത അത്രയും വയലന്റ് സീനുകൾ ഉള്ള നിറച്ചു വെച്ചൊരു സിനിമയാണ് മാർക്കോ. മാർക്കോയുടെ നമുക്കൊരു സ്റ്റോറിയിലോട്ട് വരാം. ആദ്യം തന്നെ ഇവർ എഴുതി കാണിക്കുന്നുണ്ട് മാർക്കോ എന്ന് പറഞ്ഞ ക്യാരക്ടറിനെ വേറൊരു കഥയിൽ നിന്ന് എടുത്തതല്ല, അതാണ് സോക്കോൾഡ് കാര്യങ്ങളെല്ലാം എഴുതി കാണിക്കുന്നത്. സോ വാട്ട് എവർ ഇറ്റ് മേ ബി, മാർക്കോയുടെ ടൈറ്റിൽ മുതൽ പറയാം. കിടിലൻ ടൈറ്റിലാണ്. അവരിങ്ങനെ ഒരു ബ്ലഡ് ലൈൻ, നമ്മുടെ WWE കാണുന്നവർക്കറിയാം ബ്ലഡ് ലൈൻ ഒക്കെ, അതുപോലെ ഇങ്ങനെ ബ്ലഡ് ലൈൻ ഇങ്ങനെ വന്ന് മാർക്കോയിലേക്ക് വന്ന് ഇങ്ങനെ അവസാനിക്കുന്നത്. മാർക്കോ എന്ന് പറഞ്ഞിട്ട് നല്ലൊരു ടൈറ്റിലാണ്, ബ്രില്യൻലി ഡൺ ആണ്. ദെൻ മ്യൂസിക് രവി ബസ്റ്റിന്റെ മ്യൂസിക്കാണ്. ആ മ്യൂസിക് വെച്ചിട്ടാണ് ടൈറ്റിലൊക്കെ വരുന്നത്. നമ്മുടെ പാട്ടുണ്ടല്ലോ ഡബ്സി പാടി തുറച്ചിട്ട് പിന്നെ നമ്മൾ രണ്ടാമത് പാടി, ആ സാധനം സൂപ്പറായിട്ട് ഇതിനകത്ത് വന്നിട്ടുണ്ട്. ദെൻ നമ്മൾ സിനിമയിലേക്ക് കയറാണ്. സിനിമയിലേക്ക് കയറുമ്പോഴത്തേക്കും ഓരോ ക്യാരക്ടേഴ്സിനായിട്ട് ഇങ്ങനെ ഇൻട്രൊഡ്യൂസ് ചെയ്തിരുന്നു. ജോർജ് എന്ന് പറഞ്ഞിട്ട് സിദ്ദിഖ് ചെയ്യുന്ന ക്യാരക്ടർ, ജഗദീഷ് ചെയ്യുന്ന ക്യാരക്ടർ, അങ്ങനെ കുറേ ക്യാരക്ടേഴ്സ് ഇങ്ങനെ വരികയാണ്. അപ്പൊ ഇതിൽ ജഗദീഷിന്റെ ക്യാരക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ എന്താ പറയുക, എടുത്ത് പറയാനായിട്ട് ഇന്നേ വരെ ജഗദീഷിന്റെ കരിയറിൽ ഇങ്ങനെ ഒരു ക്യാരക്ടർ ജഗദീഷ് ചെയ്തിട്ടില്ല. അത്രമാത്രം ഭയങ്കരമായിട്ടുള്ള എന്താ പറയാ, ഒരു സീനും എനിക്ക് പറയാൻ പറ്റില്ല. അത്രയ്ക്ക് കിട്ടുന്ന ഒരു ക്യാരക്ടറാണ് ജഗദീഷിന് കിട്ടിയിട്ടുള്ളത്. അത്രയ്ക്ക് ടോട്ടലി വേഴ്സറ്റൈൽ ആയിട്ടുള്ള, ടോട്ടലി വ്യത്യസ്തമായിട്ടുള്ള ഒരു ക്യാരക്ടർ. അതിന് 100% എന്താ പറയാ, കൊടുത്ത ക്യാരക്ടറിനോട് നീതി പുലർത്തിയിട്ട് ജഗദീഷ് ആ റോള് ചെയ്തിട്ടുമുണ്ട്. ദെൻ പിന്നെ വരുമ്പോഴത്തേക്കും ജഗദീഷിന്റെ മകനായിട്ട് ഇതിൽ ഒരു ക്യാരക്ടർ ചെയ്തിട്ടുണ്ട്. പുള്ളിയുടെ ആ നാട്ടിന്റെ പേര് എനിക്കറിയില്ല, ഞാനിങ്ങനെ ഗൂഗിൾ ചെയ്തിട്ട് എനിക്ക് അങ്ങനെ കിട്ടിയില്ല. സോ എനിവേസ് ആ ഒരു ആക്ടർ ഞാൻ ഒരുപാട് സിനിമയിലൊന്നും കണ്ടില്ല. മേ ബി ഐ ഡോണ്ട് നോ ഇഫ് ഇറ്റ്സ് ഫസ്റ്റ് മൂവി ഓർ നോട്ട്. എനിവേസ് കിട്ടിലുമായിട്ട് അയാൾ ചെയ്തിട്ടുണ്ട്. അയാൾക്കും ഇതിനകത്ത് ത്രൂ ഔട്ട് വേഷമാണ്, അയാൾ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതിനകത്ത് സെക്കൻഡ് ഹാഫിലേക്ക് വരുമ്പോഴത്തേക്കും മറ്റൊരു ക്യാരക്ടർ വരുന്നുണ്ട്, സൈലസ് എന്ന് പറഞ്ഞാൽ. സൈലസും അവർ 3 പേരുമാണ് മെയിൻ ആയിട്ടൊരു എന്താ പറയുക, ഒരു നെഗറ്റീവായിട്ട് വരുന്ന ഒരു ക്യാരക്ടേഴ്സ് ചെയ്തിട്ടുണ്ട്. എല്ലാം സൂപ്പറായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ മാർക്കോയിലേക്ക് വരികയാണെങ്കിൽ, മാർക്കോ ഇങ്ങനെ പുറത്ത് താമസിക്കുന്ന ഒരാൾ കുറേ നാൾ ശേഷം ഇങ്ങനെ തിരിച്ച് നാട്ടിലേക്ക് വരുന്നു. അതൊക്കെ വരാനായിട്ട് കുറേ റീസണും റിവെഞ്ച് ത്രില്ലറാണ്, ബേസിക് റിവെഞ്ച് ത്രില്ലറാണ്. മാർക്കോ നാട്ടിലേക്ക് വരികയും നാട്ടിലോട്ട് എത്തുമ്പോൾ മുതലുള്ള പിന്നീടുള്ള സംഭവങ്ങളാണ്. അപ്പം വന്നിറങ്ങുന്ന ആദ്യത്തെ സീൻ അത് തന്നെ വയലൻസ് ആണ്. അത് തന്നെ ഇതൊക്കെ ഈ മതത്തിനും എല്ലാ പരിപാടിക്കൊക്കെ അഗേൻസ്റ്റ് ആണ്. പള്ളിക്കകത്തൊക്കെ വെച്ചുള്ള ഡയലോഗുകളും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. ഒരു രക്ഷയില്ല. എന്നുവെച്ചാൽ ഈ ഹനീഫ് അദേനി ഇങ്ങനെ മലയാള സിനിമയോട് ഇങ്ങനെ നോക്കിയിട്ട്, അല്ലെങ്കിൽ ഇന്ത്യൻ സിനിമയോട് നോക്കിയിട്ടാണെങ്കിൽ ഇങ്ങനെയാണ് ഒരു വയലന്റ് സിനിമ എടുക്കേണ്ടത് എന്നുള്ളത് ഒരു ഉത്തരം കാണിച്ചു വെക്കുന്നവർ. ഒന്നുമല്ല. കില്ല് ഞാൻ കണ്ടതാണ്. കില്ല് ഞാൻ ഒരുപാട് പ്രാവശ്യം കണ്ടതാണ്. അതിലെ സീനുകളും മറ്റും ഒന്നുമല്ല. കില്ലിന്റെ വയലൻസ് ഒന്നുമല്ല. ഇതിന്റെ അവസാനം, അതായത് ക്ലൈമാക്സിലേക്ക് അടുക്കുമ്പോൾ ഉള്ള കുറെ ഇമ്പോർട്ടൻറ്റ് സീനുകളുണ്ട്. അപ്പോഴൊക്കെ വരുന്ന സാധനം എന്നൊക്കെ പറയാൻ, ജീവിതത്തിൽ ഇന്നേ വരെ നിങ്ങൾ തിയേറ്ററിൽ ഇത് കണ്ടിട്ടുണ്ടാവില്ല, ഇന്ത്യൻ സിനിമയിൽ കണ്ടിട്ടുണ്ടാവില്ല. കാരണം അമ്മാതിരി എങ്ങനെ ഇതൊക്കെ ചിന്തിച്ചു. അല്ലെങ്കിൽ ഹനീഫ് അദേനി മോസ്റ്റ് ഓഫ് ദ സീൻസ് ആർ ഇൻസ്പയർഡ് ഫ്രം മോർട്ടൽ കോമ്പാറ്റ്, അത് ഞാൻ എപ്പോഴും പറഞ്ഞേക്കാം. ബട്ട് വാട്ട് എവർ, എന്നാലും എങ്ങനെ ഇത് ചിന്തിച്ചു, എങ്ങനെ ഇതൊക്കെ ഒരു സിനിമയിൽ ഇംപ്ലിമെന്റ് ചെയ്യാന്നൊക്കെ പറഞ്ഞ് നമ്മള് ഇത് ഞാൻ എന്തെങ്കിലും പറഞ്ഞാൽ അത് റിവലേഷൻ ആയി പോകും. ഞാൻ കൂടുതൽ കഥ റിവീൽ ചെയ്യുന്നില്ല. പക്ഷെ വയലൻസ് ആഘോഷിക്കാൻ, അല്ലെങ്കിൽ നിങ്ങൾക്ക് അത്രയ്ക്ക് ബ്ലഡ് ഷെഡും ബ്രൂട്ടലായിട്ട് ഇങ്ങനെ വലിച്ച് കീറി കത്തിയിട്ട് കുത്തി അമ്മാതിരി പരിപാടിയൊക്കെ ആസ്വദിക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ മാർക്കോ പോയി കാണണം. കാരണം സത്യം പറയണോ, അത്രയ്ക്കാണ്. കുറെ ആൾക്കാർ അത്രയും ബ്രൂട്ടൽ സീനൊക്കെ എത്തിയപ്പോഴത്തേക്ക് എഴുന്നേറ്റ് പോയി തിയേറ്ററിൽ നിന്ന്. കാരണം മിക്കവർക്കും അതൊന്നും താങ്ങാൻ പറ്റുന്നില്ല. അവരൊന്നും ഇത്രയും ഒന്നും എക്സ്പെക്ട് ചെയ്തില്ല. വയലൻസ് സിനിമ ഓക്കെ, ബ്ലഡ് ഷെഡ് കാര്യങ്ങളൊന്നാണ്.
ഇത് ബ്ലഡ് ഷെഡ് മാത്രമൊന്നും അല്ല എന്റെ മോനെ. ഞാൻ പറയുന്നില്ല, പറഞ്ഞു കഴിഞ്ഞാൽ അതൊരിക്കലും നിങ്ങൾക്ക് ആ തിയേറ്ററിൽ പോയി തന്നെ എക്സ്പീരിയൻസ് ചെയ്യണം എന്താണ് അവർ ഒരുക്കി വെച്ചേക്കുന്നത് എന്നുള്ളത്. പിന്നെ ഇത് ബാക്കി ഒരു സോങ്സ് ആണ്, രവി ബസുലിന്റെ മ്യൂസിക് ആണ്, നൈസ് ആയിട്ട് വന്നിട്ടുണ്ട്. ത്രൂ ഔട്ട് ദ സിനിമയിൽ മുഴുവൻ വന്നിരിക്കുന്ന ബീജിയം മറ്റേ അതിന്റെ തന്നെ ഒരു ട്യൂണായിട്ട്, അതാണ് മെയിൻ ആയിട്ടുള്ള ഒരു ബീജിയമായിട്ട് വന്നിരിക്കുന്നത്. പിന്നെ ഫൈറ്റ്സ് പറയുകയാണെങ്കിൽ ഒത്തിരി ഫൈറ്റ്സ് ഉണ്ട്. സിനിമ തുടങ്ങുമ്പോൾ മുതൽ ഫൈറ്റ്സ് ഉണ്ട്. ഡോഗുമായിട്ട് ഫൈറ്റ്, മറ്റേ കാറിനകത്ത് ഫൈറ്റ്, പിന്നെ ഒരു വൺ ഷോട്ടിൽ ചെയ്തേക്കുന്ന, പിന്നെ 2-3 ഇൻവിസിബിൾ കട്ട് അതിനകത്ത് വന്നിട്ടുണ്ട്, എന്നാലും വൺ ഷോട്ടിൽ ചെയ്തേക്കുന്ന ഒരു സ്റ്റെയർ കേസ് ഫൈറ്റ് ഉണ്ട്. വെൽ ഡൺ ആണ്, ഭയങ്കര രസമാണ്. ഉണ്ണി മുകുന്ദൻ ഒരു രക്ഷയില്ല. ഉണ്ണി മുകുന്ദന്റെ കരിയറിൽ എനിക്ക് തോന്നുന്നു ഏറ്റവും സ്റ്റൈലിഷ് ആയിട്ടും, അല്ലെങ്കിൽ ഉണ്ണി മുകുന്ദനെ നമ്മൾ സ്ക്രീനിൽ കാണുമ്പോൾ നമുക്കൊരു രോമാഞ്ചം ഫീൽ ചെയ്യുന്ന ഏക സിനിമ എനിക്കിതാണെന്നാണ് തോന്നുന്നത്. കാരണം മല്ലു സിംഗിലായിരുന്നു കുറച്ചെങ്കിലും ഒക്കെ ഒരു ഹീറോ പരിവേഷമാണ്, പിന്നെ എല്ലാം ഇങ്ങനെ പൊക്കോണ്ടിരുന്നത്. പക്ഷെ ഇതിലേക്ക് വരുമ്പോഴത്തേക്കും എൻ്റെ മോനെ എന്തൊരു പെർഫോമൻസ് ആണ്. ബോഡിയും സെറ്റാക്കി, ഇതിനകത്ത് ഷർട്ട് സീനൊക്കെ ഉണ്ട്, ഒരു രക്ഷയില്ല, ബോഡിയൊക്കെ ഫുൾ സെറ്റാണ്. പക്ഷെ ഡയലോഗ് ഡെലിവറി മാത്രം പഴയ രീതിയിൽ തന്നെയാണ്. മറ്റേ ഇങ്ങനെ അത് കളിയാക്കേണ്ട കാര്യമില്ല, അത് ഓരോരുത്തരുടെ ആക്സെന്റും കാര്യങ്ങളൊക്കെയാണ്. പുള്ളിക്ക് അത് ക്യാരക്ടറിനനുസരിച്ച് മാറ്റാനൊന്നും കഴിഞ്ഞിട്ടില്ല. ബട്ട് എനിവേസ് ഇതിനകത്ത് ആ ക്യാരക്ടറിന് 100% മാർക്കോ എന്ന് പറഞ്ഞാൽ നമുക്ക് വേറെ ഒരാളെ ചിന്തിക്കാൻ പറ്റില്ല, അങ്ങനെ ഉണ്ണി മുകുന്ദൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഇത് ലാസ്റ്റ് എഴുതി കാണിച്ചിട്ട് നിങ്ങൾ ഇരുന്നോളൂ, ഒരു ട്രെയിലർ സീനൊക്കെ ഉണ്ട്. സോ ഒരുപാട് പേര് എഴുന്നേറ്റ് പോയി, അപ്പോൾ അതുകൊണ്ട് അതിനു വേണ്ടിയാണ് ഞാൻ പറയുന്നത്. എഴുതി കാണിക്കുമ്പോൾ നിങ്ങൾ അവിടെ ഇരിക്കുക, കാരണം ട്രെയിലറിനുണ്ട്. പിന്നെ മാർക്കോയെ പറ്റി പറയാനുള്ളത് ഈ വയലൻസ് കാണിക്കുന്നത് മാത്രമല്ല, അല്ലാതെ സ്റ്റൈലിഷ് ആയിട്ടുള്ള പരിപാടികൾ ഒരുപാടുണ്ട്. ഡിഫൻഡർ, അതുപോലെ ഒരുപാട് പൈസ കൂടിയ കാറുകളും വില കൂടിയ ഡ്രസ്സുകളും വാച്ചസും പെർഫ്യൂംസും കാര്യങ്ങളും അങ്ങനെ. പിന്നെ ഒരുപാട് ഹോളിവുഡ് സിനിമകളിൽ കണ്ടിട്ടുള്ള ആ ഒരു ടെംപ്ലേറ്റ് വരുന്ന ഈ പള്ളിയുടെ ബാക്ക്ഗ്രൗണ്ടിൽ കറുത്ത സ്യൂട്ട് ഇട്ട് വരുന്ന നായകൻ, അത്തരം കാര്യങ്ങൾ, അങ്ങനത്തെ കുറേ സാധനങ്ങൾ മലയാള സിനിമയിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. കൊള്ളാം 100% എനിക്ക് ഇഷ്ടപ്പെട്ടു. പക്ഷെ ആസ് എ ഹോൾ ഒരു സാധാരണ ഒരു മൂവി എന്നുള്ള രീതിയിൽ ഈ സിനിമ കാണാൻ കഴിയില്ല. ഇതൊരു കംപ്ലീറ്റ് വയലൻസ് എൻജോയ് ചെയ്യാൻ വേണ്ടി, അല്ലെങ്കിൽ രക്തച്ചൊരിച്ചിൽ ആഘോഷിക്കാൻ വേണ്ടി നമുക്ക് തിയേറ്ററിൽ പോയി കാണാൻ പറ്റിയൊരു സിനിമയാണ് മാർക്കോ. ഞാൻ പേഴ്സണലി കൊടുക്കുന്ന റേറ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3.5 ആണ്. കാരണം ഒന്ന് കഥയുടെയും ഡയലോഗ്സിന്റെയും ഒരു കുഴപ്പങ്ങളുണ്ടെങ്കിൽ ക്യാരക്ടർ ബിൽഡിങ്, ഓരോ ക്യാരക്ടർ, ഇപ്പോൾ ജഗദീഷിന്റെ ക്യാരക്ടർ ആയാലും സിദ്ദിഖിന്റെ ക്യാരക്ടർ ആയാലും നമ്മുടെ ഉണ്ണി മുകുന്ദൻ ചെയ്ത മാർക്കോ ആയാലും എല്ലാ ക്യാരക്ടറിനെ അത്രയ്ക്ക് കാര്യമായിട്ട് എഴുതി വെച്ചിട്ടുണ്ട്. ഇതിനകത്ത് പിന്നീട് വരുന്ന സൈലസ് ആയാലും സൈലസിൻ്റെതായ കുറച്ച് സ്വഭാവങ്ങളും അങ്ങനെ കുറെ പരിപാടികൾ. പിന്നെ റസൽ എന്ന് പറഞ്ഞിട്ടുള്ള ക്യാരക്ടർ, എല്ലാ ക്യാരക്ടേഴ്സും വെൽ റിട്ടൺ ആണ്. സോ എല്ലാം കൂടി, പിന്നെ വയലൻസ് വെല്ലായിട്ട് ഷൂട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. സ്റ്റൺസ്, ആക്ഷൻ സീൻസ്, ആക്ഷൻ എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ലാത്ത ആക്ഷനാണ്, അമ്മാതിരി ആക്ഷൻ സീൻസ് ആണ് ചെയ്ത് വെച്ചിരിക്കുന്നത്. എല്ലാം കൊണ്ടും കിടിലം ആക്ഷൻ വയലന്റ് മൂവി, ദ മോസ്റ്റ് വയലന്റ് മൂവി ദാറ്റ് ഐ ഹാവ് എവർ സീൻ ഇൻ ഇന്ത്യൻ സിനിമ ഞാൻ കണ്ടുള്ള ഏറ്റവും വയലന്റ് മൂവി. മലയാളത്തിൽ പിന്നെ നോക്കണ്ട, ഇത്രയും വയലൻസ് ഒന്നും കാണിച്ചിട്ടില്ല, കാണിക്കാനാണ് ധൈര്യപ്പെടുത്തൂല്ല. എനിക്കത് പറയണമെന്നുണ്ട്, പക്ഷെ പറയാൻ പറ്റൂല, കാരണം സ്പോയിലർ ആയിപ്പോയി. നിങ്ങൾ തിയേറ്ററിൽ പോയി എക്സ്പീരിയൻസ് ചെയ്യണം. ഒരിക്കലും ഫെയിന്റ് ഹാർട്ടഡ് ആയിട്ടുള്ള പീപ്പിളോ ചെറിയ ബ്ലഡ് ഷെഡ് കണ്ടാലൊന്നും ഇറക്കുന്ന പീപ്പിളോ ഒന്നും പോകരുത്. സാധാരണ ലെവൽ വയലൻസ് അല്ല ഇതിനകത്ത്. വയലൻസ് പറഞ്ഞാൽ ബ്രൂട്ടൽ ആയിട്ടുള്ള വയലൻസ് ആണ്. പിന്നെ ഹോളിവുഡ് മൂവി റെഫറൻസസും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് അതൊക്കെ ഒന്ന് എൻജോയ് ചെയ്യാം. സോ എനിവേസ്, നിങ്ങൾക്ക് ഈ സിനിമ നിങ്ങൾ കണ്ടവരാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം ഇതുപോലെയാണെങ്കിലോ അല്ലെങ്കിൽ ഇതിന് അല്ലാതെ മറ്റ് അഭിപ്രായങ്ങളുണ്ടെങ്കിലോ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനും ഫാമിലിക്കും എല്ലാവർക്കും ഷെയർ ചെയ്യുക. GJ Verse എന്ന് പറഞ്ഞ എൻ്റെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും കൂടെ എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ അപ്പോൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് ഒക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസ് ആയിട്ട് കിട്ടുന്നതായിരിക്കും. സോ എനിവേസ്, എല്ലാവരും മാർക്കോ ഒന്ന് കണ്ടു നോക്കുക. എല്ലാവരും ഞാൻ പറയില്ല, കുട്ടികളൊന്നും കാണേണ്ട ആവശ്യമേ ഇല്ല. പക്ഷെ കുറച്ച് മനക്കട്ടിയൊക്കെ ഉള്ളവർ, അല്ലെങ്കിൽ ആ വയലൻസ് ആഘോഷിക്കാനുള്ള ആഗ്രഹമുള്ളവർ മാർക്കോ കണ്ടു നോക്കുക. തിയേറ്ററിൽ തന്നെ കാണുക, ഡോണ്ട് മിസ് ഇറ്റ്. മറ്റൊരു വീഡിയോ കാണാം. അതൊരു കിഡ്സ് മീ GJ സൈനിങ് ഓഫ്. ബൈ.